Hi guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഹെൽത്തി ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാടമുട്ട 5 മുട്ടയ്ക്ക് ഒരു കാടമുട്ട എന്നാണ് പറയുന്നത്. അതായത് കോഴിമുട്ടയ്ക്ക് പകരമാണ് ഒരു കാടമുട്ട. അതായത് കാടമുട്ടയ്ക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു 5-10 മിനിറ്റ് പറഞ്ഞാൽ പോലും അത് തീരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ, പിന്നെ കുറേ ന്യൂട്രീഷ്യൻസ് ഉള്ള ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോണിന്, പിന്നെ എന്താ പറയുക പൈൽസ് ഉള്ളവർക്ക്, പിന്നെ ക്യാൻസറിന് രോഗത്തിന്, പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കാടമുട്ട. ഒരു ദിവസം നമ്മളൊരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 വെച്ചിട്ടൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാടമുട്ട കോഴിക്കോടൻ സ്റ്റൈലിലൊക്കെ, കോഴിക്കോടൊക്കെ ഉള്ളവർക്കാണെന്ന് അറിയാൻ പറ്റും, ബീച്ച് സ്റ്റൈലിൽ കാടമുട്ട ഫ്രൈ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലും പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാടമുട്ട ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ രാവിലെ തന്നെ ഇറങ്ങി കാടമുട്ട എവിടെ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ പാടത്തെ കുറച്ച് കാടകൾ വന്നിരിപ്പുണ്ട്, കാടമുട്ടയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പരാജയമാവുമോ എന്നറിയത്തില്ല കേട്ടോ. ഇപ്പം എന്തായാലും പാടത്തൊക്കെ പച്ചപ്പൊക്കെ ആയിട്ടേ നല്ല രസമാണ് നടക്കാൻ തന്നെ. കാടമുട്ട കിട്ടുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി കുറേ ദൂരമൊക്കെ പോയി പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ കാടയും കിട്ടിയില്ല, കാടമുട്ടയും കിട്ടിയില്ല. കടയിൽ പോയി നമ്മളെന്തായാലും ഒരു 10-20 കാടമുട്ട മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വീടെത്തി കാടമുട്ടേനെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനെ വേവിക്കാനിട്ടു. അടിപൊളിയല്ലേ. ഇതേപോലെ മുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തിളച്ച് കഴിയുമ്പോണ്ടല്ലോ അത് പെട്ടെന്ന് നമുക്ക് ഉപ്പ് മീൻസ് തോല് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ കാടമുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉള്ളിയാണ് ഇവിടെ ആദ്യം എടുത്തിട്ടുള്ളത്, ഒരു 20 ഉള്ളി, അതുപോലെ 1 സ്പൂണ് വലിയ ജീരകം, ഒരു ചെറിയ ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നൈസായിട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ട് കേട്ടോ. ആ ഉപ്പിട്ടതുകൊണ്ട് കണ്ടോ അടിപൊളിയായിട്ട് തോലിങ്ങനെ കറക്റ്റായിട്ട് വരും. ഇത് കാടമുട്ട കുഞ്ഞതായത് കാരണം ഈ തോല് കളയാൻ ഭയങ്കര ക്ഷമമാണ് കേട്ടോ. ക്ഷമയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് തോല് കളയാൻ പറ്റും. ഒന്ന് മെല്ലെ ക്ഷമയോടെ ഇരുന്നത് കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ മെല്ലെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഒരു 10-20 എടുത്തിട്ടുണ്ടായിരുന്ന കാരണം ഒരു 10-20 മിനിറ്റ് ഈ സാധനത്തിന് തോല് കളയാൻ മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ കാടമുട്ടയൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി അടുത്ത പരിപാടികളിലോട്ട് കിടക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട്, നമ്മളിവിടെ പാൻ ഉണ്ടല്ലോ, നമ്മൾ ഗ്രാനൈറ്റ് കോട്ടിങ്ങുള്ള പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നോൺ സ്റ്റിക്ക് കോട്ടിങ്ങുള്ള പാനല്ല. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നമ്മുടെ മെയിനായിട്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് നമ്മുടെ കറുവപ്പിൻ്റെ ഇല. ഓക്കെ ഗൈസ്, കറുവപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു 20 എണ്ണം അതിന് നേരെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റായിട്ടൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ജീരകവും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് അതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നല്ല എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലോട്ട് പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്, ജസ്റ്റ് കളറിന് മാത്രം. നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടൊക്കെ കാരണം നല്ല എരിവുണ്ടാവും. അപ്പോൾ അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ ഗൈസ്, അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം നമ്മുടെ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ആ ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചത്, ഒരു തക്കാളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട.
അതിന് ശേഷം നമ്മൾ നേരത്തെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കാടമുട്ട അത് ഇതിലോട്ട് അങ്ങോട്ട് നമ്മുടെ റെഡി ആയിട്ടുള്ള മസാലയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് ആദ്യം അടച്ച് വെച്ചിട്ട് വേവിക്കണം. എങ്കിൽ മാത്രമാണ് ഈ മസാലയൊക്കെ മുട്ടയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അതുകൊണ്ടോ അപ്പോൾ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഓപ്പണാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ കാടമുട്ട റോസ്റ്റ് റെഡിയാകും. ആയ് എന്താ കളറല്ലേ, കിടുവാണ്. ഇതിന് ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചൂടോടെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ കാടമുട്ട റെഡി ആയിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്കിതിനൊന്നേ എന്തായാലും റെഡി ആയിട്ടുണ്ട് കാടമുട്ട. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ കാടമുട്ടയ്ക്ക് ഉണ്ടല്ലോ അടിപൊളി ചൂടായിട്ട് തന്നിട്ട് സ്മൂത്ത് ചപ്പാത്തി. ഓക്കെ, അടിപൊളി സ്മൂത്ത് ചപ്പാത്തിയാണ്. ആ മസാലയും കുറച്ച് കോഴിമുട്ടയും മോൾട്ടി കോഴിമുട്ടയല്ല കാടമുട്ട എടുക്കുക. സൂപ്പർ മോൾട്ടി പറഞ്ഞതിന് ഞാൻ മാറ്റി പറയില്ല കേട്ടോ. സാധനം കേട്ടോ. ക്യാമറമാൻ ഇരുന്ന് ബാക്കിൽ ഇരുന്നിട്ട് അക്കൗണ്ടിലേക്ക് വേണ്ട പാട്ടോ ഗൈസ്. ആ മസാല ഉണ്ടല്ലോ, മസാലയും ആ കോഴിമുട്ടയല്ല നമ്മുടെ കാടാമുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുക. ഇതുണ്ടല്ലേ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കിയോ സ്മൂത്ത് ചപ്പാത്തി. ഓക്കെ, ഈ സ്മൂത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇന്നൊരു ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇത്രയും സ്മൂത്തായിരിക്കും ചപ്പാത്തി അല്ലേ മൊത്തേ. അപ്പോൾ ഗൈസ് നിങ്ങളെന്തായാലും ഈ ഹെൽത്തി ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ 1-2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ പറഞ്ഞാൽ അതുകൂടെ ഒന്ന് കാണാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോയിൽ ലിങ്ക് കൊടുക്കാം. ബൈ ബൈ.